നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 ഏപ്രിൽ മാസം 21 തിങ്കളാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. ഒന്നാമതായി, സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഏകദേശം 18,000-ഓളം റേഷൻ കാർഡുകൾ ഇപ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് തരം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തരം മാറ്റൽ തീർച്ചയായും വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. 18,000-ഓളം റേഷൻ കാർഡുകളാണ് അനർഹമായി അന്ത്യോദയ അന്നയോജന മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരുന്നത്. സ്വമേധയാ സറണ്ടർ ചെയ്തതും ഉദ്യോഗസ്ഥ പരിശോധനയിലൂടെ കണ്ടെത്തിയുമാണ് കാർഡുകൾ തരം മാറ്റിയത്. നിയമവിരുദ്ധമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയതിനൊപ്പം തന്നെ പിഴയടക്കമുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡ് ഉടമകളായ കുടുംബത്തിന് ഓരോ മാസവും 35 കിലോ ഭക്ഷ്യധാന്യങ്ങളും, മുൻഗണനാ കുടുംബ റേഷൻ കാർഡ് ഉടമകളായ ഓരോ അംഗത്തിനും പ്രതിമാസം 5 കിലോ ഭക്ഷ്യധാന്യവുമാണ് സർക്കാർ നൽകി വരുന്നത്. മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചവരിൽ സർക്കാർ ജീവനക്കാരും ഏറെയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ സംഘങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരായ 8,335 പേർ സംസ്ഥാന തലത്തിൽ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ കൈപ്പറ്റിയ റേഷൻ സാധനങ്ങളുടെ മാർക്കറ്റ് വില പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിശദീകരണം. തീർച്ചയായും ഈ ഒരു പരിശോധന ഇപ്പോൾ വീണ്ടും നടന്നു വരികയാണ്. അനർഹമായ റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് സ്വമേധയാ സറണ്ടർ ചെയ്യാവുന്നതാണ്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതോടൊപ്പം നിയമലംഘനത്തിന്റെ ചിത്രം പകർത്തി ഈ ചെല്ലാൻ സംവിധാനം മുഖേന ചെല്ലാൻ തയ്യാറാക്കി എല്ലാത്തരം നിയമലംഘനങ്ങൾക്കും പിഴ ചുമത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം അധികാരമുണ്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു അറിയിച്ചു. ഓടുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് പിഴ ചുമത്തേണ്ടെന്നും അങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കിയതായി വ്യാപകമായിട്ടുള്ള പ്രചാരണം ഉണ്ടായതിനെ തുടർന്നാണ് പിഴ ഈടാക്കാൻ വ്യക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ് വാർത്താക്കുറിപ്പിറക്കിയിരിക്കുന്നത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ സ്കൂൾ ജൂൺ 2 തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് യൂണിഫോമും അരിയും വിതരണം ചെയ്യും. മെയ് 10-നകം പാഠപുസ്തക വിതരണം പൂർത്തിയാക്കും. സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2 ആലപ്പുഴയിലാണ് നടത്തുകയെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വനിതകൾക്ക് 11,000 രൂപയുടെ ധനസഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകും. കേന്ദ്ര ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന മാതൃവന്ദൻ യോജന പദ്ധതി പ്രകാരമാണ് ഈ ഒരു ധനസഹായം നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ ഇല്ലാത്ത 19 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രസവത്തോടനുബന്ധിച്ച് ഒരു പ്രസവ ആനുകൂല്യം എന്ന രീതിയിലാണ് ഈ ഒരു സഹായം നൽകി വരുന്നത്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം മുൻപ് 5,000 രൂപയായിരുന്നു നൽകിയിരുന്നത്. ആദ്യത്തെ 2 പ്രസവങ്ങൾക്ക് ഈ ഒരു തുകയാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു ധനസഹായം വർദ്ധിപ്പിച്ച് 11,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ആദ്യത്തെ പ്രസവത്തിന് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ ഒരു ആനുകൂല്യം ലഭിക്കും. അതേസമയം രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുട്ടിയാണെങ്കിൽ 6,000 രൂപ കൂടി ലഭിക്കും. പദ്ധതിയുടെ കൂടുതൽ വിശദ വിവരങ്ങൾക്കായി അടുത്തുള്ള അംഗൻവാടികളെ സമീപിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.